ഇനി ഇന്നത്തെ ടോപ്പ് 10 സ്പെഷ്യലിലേക്കാണ്. വേനൽ ചൂട് കടുത്തതോടെ കടലിലും കായലിലും മത്സ്യത്തിന്റെ ലഭ്യതയിൽ വന്നിടിവ്. വ്യവസായശാലകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ അടക്കം കടലിൽ ഒഴുകിയെത്താൻ തുടങ്ങിയതോടെ മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്നതും പതിവ് കാഴ്ചയായി. പെരിയാറിനെയും വേമ്പനാട് കായലിനെയും ആശ്രയിച്ച് ഉപജീവനം നടത്തുന്ന നിരവധി മത്സ്യത്തൊഴിലാളികളാണ് ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുന്നത്. വേനൽ ചൂടും പ്രളയത്തിനു ശേഷം ജലാശയങ്ങൾ അടിഞ്ഞുകൂടിയ എക്കലും മത്സ്യലഭ്യത വലിയ രീതിയിൽ കുറച്ചു. ഇതിനു പുറമെ വ്യവസായശാലകളിൽ നിന്നും തള്ളുന്ന മാലിന്യങ്ങളും കൂടി ഒഴുകിയെത്തിയതോടെ ഉൾനാടൻ മത്സ്യസമ്പത്തിന് ഭീഷണിയായി. മത്സ്യലഭ്യത കുറഞ്ഞതോടെ മത്സ്യത്തൊഴിലാളികളിൽ പലരും മറ്റു തൊഴിൽ മേഖലകൾ തേടിപ്പോകേണ്ട അവസ്ഥയിലാണിപ്പോൾ. വേമ്പനാട്ട് കായലിലടക്കം മത്സ്യസമ്പത്ത് വലിയ രീതിയിലാണ് കുറവ് വന്നത്. ഇനി ചൂട് കൂടുന്തോറും ഒട്ടും തന്നെ മത്സ്യമില്ലാത്തൊരു അവസ്ഥയിലേക്ക് വരും. മത്സ്യത്തൊഴിലാളികൾക്ക് എന്തായാലും ഈ സീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മോശമായിട്ടുള്ള ഒരു മത്സ്യവർഷമാണ് ശരിക്കും നടക്കുന്നത്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് കടലിൽ നിന്നും ലഭിക്കുന്ന മത്സ്യത്തിന്റെ ലഭ്യതയിലും വലിയ ഇടിവ് വന്നു. കേരളത്തിന്റെ തനതു മത്സ്യമായ ചാളയുടെ വലിപ്പം കുറഞ്ഞതും വിറ്റുവരവിനെ ബാധിച്ചു. ചൂട് കൂടിയതോടെ മത്സ്യങ്ങളെല്ലാം ഉൾക്കടലിലേക്ക് വലിഞ്ഞു. ഇതോടെ മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന പ്രതിസന്ധിയുടെ ആക്കം ഇരട്ടിയായി. കായലിൽ നിന്നും ധാരാളം കിട്ടിയിരുന്ന കരിമീൻ, കൊഴുവ, കോല, വറ്റ, കണമ്പ്, വിവിധതരം ചെമ്മീനുകൾ എന്നിവയിലും വലിയ കുറവാണ് അനുഭവപ്പെടുന്നത്. കാലാവസ്ഥ വ്യതിയാനമാണ് പ്രധാനപ്പെട്ട വിഷയം. കഴിഞ്ഞ വർഷം എല്ലിൻ്റെ പ്രഭാവം നമുക്കുണ്ടായി, ഇന്നലെ ഇപ്പോൾ ഉണ്ടായി, കടലിലെ ചൂട് കാറ്റുണ്ടായി. ഈ മൂന്ന് പ്രഭാവങ്ങളൊന്നു ചേർന്ന് കേരളത്തിലെ മത്തി പ്രത്യക്ഷപ്പെട്ട ഒന്നുപോലും മുഴുത്തില്ല. ഇവിടുത്തെ സ്ഥാപനം CMFRI മത്തിയുടെ കുറഞ്ഞ വലിപ്പം 10 സെൻറ്റിമീറ്റർ നിജപ്പെടുത്തിയിട്ടുണ്ട്. ഒറ്റ മത്തിയും 15 സെൻറ്റിമീറ്റർ ആയിട്ടില്ല. 2 വർഷമായിട്ട് മത്തി തകർന്നിരിക്കുകയാണ്. റിക്രൂട്ട്മെൻ്റ് ഉണ്ട്, പക്ഷേ സ്റ്റണ്ടഡ് ഗ്രോത്താണ്. എന്തുകൊണ്ട് സംഭവിക്കുന്ന കാര്യം ഈ സ്ഥാപനങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഒറത്തൽ, മുത്തരി തുടങ്ങിയ മത്സ്യങ്ങൾ പേരിന് പോലും ഇല്ലാത്ത അവസ്ഥയാണിപ്പോൾ. മുൻകാലങ്ങളിൽ കായലിൽ നിന്നും 500 ടൺ കൊഞ്ച് കിട്ടിയിരുന്നത് ഇന്ന് അപൂർവമായി മാത്രമാണ് കിട്ടുന്നത്. ഇതുകൂടാതെ ഒട്ടേറെ മത്സ്യങ്ങൾക്ക് വംശനാശവും സംഭവിച്ചത് പ്രതികൂല സാഹചര്യമായി മാറി. ഒരു തവണ കടലിൽ ഇറങ്ങുന്ന മുടക്കുമുതലിൻ്റെ പാതി പോലും ലാഭമായി മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിക്കുന്നില്ല. ബോട്ടിറക്കുന്നതിന് ആവശ്യമായ എണ്ണയുടെ തുക പോലും വിറ്റുവരവിൽ നിന്നും ലഭിക്കുന്നില്ലെന്ന ആശങ്കയിലാണ് മത്സ്യത്തൊഴിലാളികൾ. കടം വാങ്ങിയും ലോണെടുത്തുമാണ് മത്സ്യത്തൊഴിലാളികൾ തൊഴിലിനിറങ്ങുന്നത്. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രത്യേക സാമ്പത്തിക പാക്കേജ് അനുവദിക്കണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. കായലുകളിലെയും കടലുകളിലെയും മത്സ്യസമ്പത്തിൽ വൻതോതിൽ കുറവ് വന്നതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾ. ഉപജീവനമാർഗത്തിനായി മറ്റു മാർഗങ്ങൾ കണ്ടെത്തേണ്ട ഗതികേടിലാണിവർ. ക്യാമറമാൻ CS ബൈജുവിനോടൊപ്പം സാരംഗ് PS, അമൃത ന്യൂസ്, കൊച്ചി. എന്തായാലും മത്സ്യത്തൊഴിലാളികളുടെ പ്രതിസന്ധികൾ പരിഹരിക്കാൻ ഫിഷറീസ് വകുപ്പ് അടിയന്തരമായി ഇടപെടണമെന്നാണ് ഇവരുടെ ആവശ്യം. ഇനിയും ഇതേ അവസ്ഥ തുടർന്നാൽ ജീവിതം തന്നെ വഴിമുട്ടുമെന്നാണ് ഇവർ പറയുന്നത്. ഒന്നുകൊണ്ട് മാലിന്യം, നമ്മുടെ പുഴയിലൂടെ ഒഴുകി പോകുന്ന പ്ലാസ്റ്റിക് കിറ്റുകൾ, അതുപോലെ തന്നെ മറ്റേ നമ്മുടെ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ അവിടെ നിന്ന് ഉണ്ടായിട്ടുള്ള കുറേ മാലിന്യങ്ങൾ, വൃക്ഷങ്ങളിലെ തടികൾ, ഇതെല്ലാം വന്ന് ഭവിക്കുന്നത് കടലിലേക്കാണ്. ഏറ്റവും സുപ്രധാനമായ കാര്യം മത്സ്യം ലഭിക്കുന്നില്ല എന്നുള്ളതിൻ്റെ പ്രധാന കാരണങ്ങളിൽ നല്ലൊരു പരിഹാരം കണ്ടെത്താനായിട്ട് ഫിഷറീസ് വകുപ്പ് വളരെ ആക്റ്റീവായി പ്രവർത്തിച്ചാലും മാത്രമേ ഇതിന് പരിഹാരം ഉണ്ടാവുകയുള്ളൂ. കാരണം മാലിന്യമാണ്. മുൻപ് കാലഘട്ടങ്ങളെന്ന് പറഞ്ഞാൽ വള്ളക്കാരിക്കെന്ന് വെച്ചാൽ വലിയ ചിലവ് വരുന്നില്ല, നിസ്സാര ചിലവുകൾ വരവുള്ളായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ട്രിപ്പ് പോകുമ്പോൾ എങ്ങനെയായാലും ഒരു 30 രൂപ കത്തും. കാലിക്ക് വരാന്നില്ല, അവനൊരാഴ്ച നമ്മൾ പോകുമ്പോൾ 1.5-2 ലക്ഷം രൂപ കട. അങ്ങനെ അടുപ്പിച്ചൊരു മാസമൊക്കെ ആകുമ്പോൾ അതൊരു 10 ലക്ഷം, 20-15 ലക്ഷം അങ്ങനെയൊക്കെ കെട്ടിക്കിടക്കുക വള്ളങ്ങൾ. ആ വള്ളങ്ങളെല്ലാം അവിടെ കിടക്കുന്ന വള്ളങ്ങളെല്ലാം പണി പോകാൻ പറ്റാതെ കടം വന്നൊക്കെ കെട്ടിയിട്ട് പിന്നെ ഈ ഒരു വള്ളം എടുത്ത ആൾ ഈ അടുത്ത് തൂങ്ങി മരിക്കുക, കടബാധ്യതകൾ വന്ന് അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളിലൂടെ നടന്നു. പല വക മത്സരങ്ങളും ഇല്ല, എല്ലാ മീനും കുറവാണ്. ഇപ്പോൾ മീനാണ് ഭയങ്കര വില. അങ്ങനെ ഇപ്പോൾ ഉണ്ട് ചാള നിലവിൽ. ആവോലിയില്ല, ആവോലിയൊക്കെ ഒരിടക്ക് എല്ലാ കൊല്ലത്തിലും വന്നിരുന്നത്, അപ്പോൾ അതുമില്ല. അതൊരു ഇപ്പോൾ വെളുപ്പിന് ഒരു 3 മണിക്ക് വള്ളക്കാർ പോയാൽ തന്നെ 5 മണി 6 മണി മുമ്പൊക്കെ ഇരുത്തിയിരുന്നു. നല്ല മീനായിട്ടാണ് മുമ്പ് കാലങ്ങളൊക്കെ വന്നത്. ഇപ്പോൾ അതല്ല. ഇവരെ കുറഞ്ഞ 10-25 വഞ്ചി പോയാൽ തന്നെ 10-20 വഞ്ചിൽ പണിയുണ്ടാവും. അത് ഈ ചാളയാണ്.